KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം ആരംഭിച്ചിട്ടുണ്ട്. KPCC പുനഃസംഘടനയും വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണവും പിന്നാലെയുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളും യോഗത്തിൽ ചർച്ചയായേക്കും. PV അൻവറിന്റെ UDF പ്രവേശനമടക്കം എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് സലീം മാലികാണ്. സലീം, ഗുഡ് ഈവനിങ്. എന്തായാലും വലിയ തലവേദനകളുടെ ഒരു പട്ടിക തന്നെയാണ് ഇന്നിപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു വശത്ത് രാഷ്ട്രീയകാര്യ സമിതിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും, നേതൃത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യണം. മറുവശത്ത് പാർട്ടിക്കുള്ളിലുള്ള ആഭ്യന്തരമായ പ്രശ്നങ്ങൾ, വയനാട്ടിലടക്കമുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം. അപ്പോൾ എന്താണ് ഇന്നത്തെ പ്രധാന അജണ്ടകൾ? ക്രിസ്റ്റീന, നിർണായകമായ പല വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ചർച്ച ചെയ്യും. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പാർട്ടിക്ക് മുന്നിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം പുറത്തു വന്ന PV അൻവറിന്റെ കത്തുമായി ബന്ധപ്പെട്ടാണ്. PV അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കണോ, തൃണമൂൽ കോൺഗ്രസിനെ കൂടി മുന്നണിയിലേക്ക് എടുക്കണോ എന്നുള്ള കാര്യം ഇന്നത്തെ വിഷയത്തിൽ ചർച്ച ചെയ്യും. അതിനപ്പുറത്തേക്ക് ഈ രാഷ്ട്രീയകാര്യ സമിതിയുടെ അജണ്ട അത് നിയമസഭയിൽ ഒരു നിയമസഭാ കാലയളവാണ് വരുന്നത്. ആ നിയമസഭാ കാലയളവിൽ സ്വീകരിക്കേണ്ട നിലപാടെന്ത്, ഒപ്പം തന്നെ കോൺഗ്രസ് നേരത്തെ നിശ്ചയിച്ചിരുന്ന തുടർ സമര പരിപാടികളുണ്ട്, അതിന്റെ തുടർന്നു പോക്ക്, അത് പകുതിയും പല വഴിക്ക് നിൽക്കുന്നു, അതിന്റെ തുടർന്നു പോക്ക് എന്നിവയൊക്കെയാണ് അതിന്റെ പ്രധാന അജണ്ടയായി പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഈ യോഗത്തിൽ ചർച്ചയാവുക, ഏറ്റവും രൂക്ഷമായി ചർച്ചയാവുക പാർട്ടിക്കകത്തെ തന്നെ പ്രശ്നങ്ങളാണ്. അത് ഒന്നോ രണ്ടോ അല്ല, പലവിധ പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിലായി ഉണ്ട്. അത് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടതും മണ്ഡലം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടതും KPCCയുടെ തന്നെ പുനഃസംഘടനയും, അങ്ങനെ പല വിഷയങ്ങളുണ്ട്. ഒപ്പം തന്നെ വിവിധ വിഷയങ്ങൾ, വിവിധ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട നിലവിലുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ KPCCക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ തന്നെ ഈ രാഷ്ട്രീയകാര്യ സമിതി കഴിഞ്ഞ ആഴ്ച ജനുവരി 12 രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരാനിരുന്നതാണ്. അത് സംബന്ധിച്ച് രാഷ്ട്രീയകാര്യ സമിതി തീരുമാനിക്കുകയും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നാട്ടിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷവും പിന്നീടും അത് ആ നിലയിൽ തന്നെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അത് ഏറ്റവും അവസാനം പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ KPCC അധ്യക്ഷനും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന്, പ്രശ്നത്തെ തുടർന്ന് അത് അവസാന നിമിഷം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ ഹൈക്കമാൻഡിന് തന്നെ വലിയ എതിർപ്പും വിയോജിപ്പും ഉണ്ടായിരുന്നു. അക്കാര്യം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവും. ഒരുപക്ഷേ ദീപാദാസ് മുൻഷി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ദീപാദാസ് മുൻഷി കേരളത്തിലെ നേതാക്കളെ അത് സംബന്ധിച്ച് ശകാരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ഈ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി തർക്കം ഉണ്ടായിരുന്നു. അത് AK ആന്റണി പരസ്യമായ ഒരു പൊതുവേദിയിൽ അത്തരത്തിലുള്ള തർക്കങ്ങളിലേക്ക് പോകരുതെന്ന ശാസന നടത്തിയത് വരെയും ആ തർക്കം അങ്ങനെ തുടർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാവും. ഒപ്പം തന്നെ നേരത്തെ ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പല സ്ഥലങ്ങളിൽ, പാലക്കാടത്തെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം KPCCയിലെ നേതൃമാറ്റം ഉൾപ്പെടെ ചർച്ചയായിരുന്നു. പിന്നീട് അത് പകുതിക്ക് ചർച്ച അവസാനിച്ചതാണ്. തൽക്കാലം പുനഃസംഘടന വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതുമാണ്. പക്ഷേ എങ്കിലും പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യം ഒരു ഭാഗം നേതാക്കൾക്കുണ്ട്. അക്കാര്യം അവർ നേതാക്കന്മാർ തന്നെ പറയും. മാത്രമല്ല മറ്റു ചില വിഷയങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് നേരത്തെ ഈ വയനാട് DCC ട്രഷററുടെ ആത്മഹത്യ, അത് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ചർച്ചയാവും. ഒപ്പം ഈ PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ, അത് ഏത് നിലയിൽ PV അൻവറിനെ കൈകാര്യം ചെയ്യണമെന്നതും യോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ചയാവും. കാരണം PV അൻവറിനെ യോഗത്തിലേക്ക് UDFിലേക്ക് എടുത്താൽ അത് ഈ ഗുണത്തെക്കാൾ ദോഷം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ ചിലർക്കുണ്ട്. മാത്രമല്ല ഇപ്പോൾ UDFിന്റെ ഘടകകക്ഷികൾക്കൊക്കെ കത്തയച്ചു എന്ന് PV അൻവർ പറയുമ്പോഴും അത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കും ലീഗ് നേതാക്കൾക്കും മാത്രം, PK കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രമാണ് കത്ത് നൽകിയിരിക്കുന്നത്. മറ്റ് UDFിന്റെ ഘടകകക്ഷികൾക്കാർക്കും, പ്രത്യേകിച്ചും PV അൻവറിന്റെ UDF പ്രവേശനത്തെ ആദ്യഘട്ടത്തിൽ എതിർത്ത RSPയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിന് ഉൾപ്പെടെ കത്ത് നൽകിയിട്ടില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കേന്ദ്രത്തിന്റെ കൂടി ഒരു തീരുമാനം, പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസിലാണ് ഇപ്പോൾ PV അൻവർ ഉള്ളത്. അതുകൊണ്ട് തന്നെ UDF പ്രവേശനം അത് കേന്ദ്രത്തിന്റെ കൂടി സമ്മതത്തോടു കൂടി മാത്രമേ നടക്കൂ. ആ വിഷയം കൂടി ചർച്ച ചെയ്യാൻ, കേന്ദ്രത്തിന്റെ സമ്മതം വാങ്ങണോ വേണ്ടയോ എന്നതുൾപ്പെടെ ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്യും. നിലവിൽ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഓൺലൈനായാണ് പങ്കെടുക്കുന്നത്. ബാക്കി പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇവിടെ KPCC ആസ്ഥാനത്ത് നേരിട്ടെത്തി ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നുണ്ട്. ക്രിസ്റ്റീന. ശരി, സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.